بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ നിന്ന് അഅ്മാലുൽ ഖുലൂബ് മാത്രം ക്രോഡീകരിച്ച അല്ലെങ്കിൽ ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രോഡീകരിച്ച കിതാബാണ് അൽ ഇക്സീർ എന്നുള്ളത്. ആ കിതാബിൻ്റെ വായനയിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ ഇജ്തിമാലുൽ ഫാത്തിഹ അല ശിഫാഇനി ശിഫാഇൽ ഖുലൂബ് വ ശിഫാഇൽ അബ്ദാൻ, ഫാത്തിഹയിൽ രണ്ട് ഷിഫാകളുണ്ട്. ഒന്ന് ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള ഷിഫാവും അതുപോലെ ശരീരത്തിൻ്റെ രോഗത്തിനുള്ള ഷിഫാവും ഉണ്ട് എന്ന് പറഞ്ഞു. അത് വായിച്ച് നമ്മൾ ആരംഭിച്ചതേ ഉള്ളൂ. അതിൽ ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾ രണ്ട് കാരണങ്ങളാണ്. അതിന് ഫസാദുൽ ഇൽമും ഫസാദുൽ ഖസ്ദും, ഒരാളുടെ അറിവിലുണ്ടാകുന്ന പിഴവും അതുപോലെ ഒരാളുടെ അറിവുണ്ടായിട്ടും കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശത്തിലുണ്ടാകുന്ന പിഴവും. അങ്ങനെ നമ്മൾ അത് രണ്ടും കൊണ്ടും ഉണ്ടാകുന്ന വഴികേട് നമ്മൾ പറഞ്ഞു. ഫസാദുൽ ഇൽമിൻ്റെ ഫസാദ് കൊണ്ടുണ്ടാകുന്നതാണ് ദലാലത്ത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാളുടെ ഇറാദത്ത്, കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശം, ഖസ്ദ്, അത് തെറ്റുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഗളബ് അഥവാ അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ അർഹരാകും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഈ രണ്ട് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് ഹിദായത്ത്. ഈ ളലാലത്തിൻ്റെയും അതുപോലെ തന്നെ ഗളബിൻ്റെയും എല്ലാം അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ സൂറത്തുൽ ഫാത്തിഹയിൽ നിർബന്ധമാക്കിയത് നമ്മുടെ മേലെ എന്ന് വരെയാണ് പറഞ്ഞത്. അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. വതഹഖഖു ബിഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇൽമൻ വമഅരിഫതൻ വഅമലൻ വഹാലൻ യതളമ്മനു ശിഫാഅ മിൻ മർളി ഫസാദിൽ ഖൽബി വൽ ഖസ്ദ്. വതഹഖഖു ബിഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഈ വാക്ക് അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഒരു ഭാഗം, അതിനെ തഹ്ഖീഖ് ചെയ്യുക, അതിനെ സാക്ഷാത്കരിക്കുക, അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ പൂർത്തീകരിക്കുക എന്നത് ഏതൊക്കെ തരത്തിലായിരിക്കണം? ഇൽമൻ, അറിവുകൊണ്ട്, മഅരിഫതൻ, അതിനെ മനസ്സിലാക്കൽ കൊണ്ട്, വഅമലൻ, കർമ്മം കൊണ്ട്, വഹാലൻ, അവസ്ഥകളെ കൊണ്ട്. എന്താണ് വ്യത്യാസം? ഇൽമും മഅരിഫത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നിവാമായിക്കൊണ്ട്, ഒരു കാര്യത്തെ പഠിക്കുക, പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുക, അതാണ് ഇൽമ്. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ആ ഇൽമു കൊണ്ടുണ്ടാകുന്ന വലിയ മഹത്തായിട്ടുള്ള ഒരു നേട്ടമാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. ഇൽമുണ്ടെങ്കിലാണ് മഅരിഫത്ത് ഉണ്ടാവുക. പക്ഷെ മഅരിഫത്ത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ തീയിനെ പറ്റി അല്ലെങ്കിൽ വെള്ളത്തെ പറ്റി, വെള്ളം 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണ് വെള്ളം എന്നെല്ലാം ഒരാൾ പഠിച്ചു, മനസ്സിലാക്കി എന്ന് വിചാരിക്കുക. അതവൻ്റെ വെള്ളത്തിനെ സംബന്ധിച്ച് അവനുള്ള ഇൽമാണ്. എന്നാൽ ആ വെള്ളം അവൻ നേരിട്ട് കാണുകയും അതിനെ കുടിക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മഅരിഫത്ത് അവനുണ്ടാകുന്നു. അതുപോലെ ദീനിൻ്റെ മേഖലകൾ, അത് പഠിക്കേണ്ടതായിട്ടുള്ള മേഖലയുണ്ട്. അതിലൂടെ അവൻ അറിയുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരാൾ ഒരു കിതാബ്, ഇപ്പോൾ കിതാബ് തൗഹീദോ സലാത്ത് ഉസൂലോ ഒരാൾ പഠിക്കുന്നു, അവൻ കാണാതെ ഹിഫ്ളാക്കുന്നു, അല്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ അതിനെ പഠിക്കുന്നു, അങ്ങനെയൊക്കെ ഒരാൾക്ക് പഠിക്കാം. പക്ഷെ അതിൻ്റെ ആശയത്തെ അവൻ മനസ്സിലാക്കുന്ന എപ്പോഴാണ്? അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് അവൻ്റെ ജീവിതം മാറുമ്പോൾ, അമല് ചെയ്യുമ്പോൾ അവൻ എന്തായി? അതിനെ മനസ്സിലാക്കിയവനാകും. അതാണ് മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ ഇൽമിനേക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള കാര്യമാണ് മഅരിഫത്ത്. മഅരിഫത്ത് ഉണ്ടാകണമെങ്കിൽ ഇൽമ ആവശ്യമാണ് താനും. രണ്ടാമത് പറഞ്ഞത് വഅമലൻ വഹാലൻ. അമല് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളതാണ്.
ഹാല് എന്ന് പറഞ്ഞാൽ ആ കർമ്മം ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ അമൽ, നിസ്കാരം ഒരു അമലാണ്. അവൻ യഥാർത്ഥ രൂപത്തിൽ നിസ്കാരം പഠിക്കുന്നു, കൈ എവിടെ കെട്ടണം, റുക്കൂ എങ്ങനെയാണ് സുജൂദ്, അതിന്റെ രൂപം എങ്ങാണ്, അത് കൃത്യമായി ചെയ്യുന്നു. ഹാല് എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിൽ അവനുണ്ടാകുന്ന ഖുശൂ, അവൻ എത്രത്തോളം കൂടിയാണ് നിസ്കരിക്കുന്നത്, അതാണ് അവന്റെ നിസ്കാരത്തിലെ ഹാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ മേഖലയിലും, അറിവിന്റെ മേഖലയിലും മാരിഫത്തിന്റെ മേഖലയിലും, അത് പ്രാവർത്തികമാക്കുന്നിടത്തും അതിലുണ്ടാകേണ്ട അവന്റെ ഖൽബിന്റെ അവസ്ഥയുടെ മേഖലകൾ, ഈ 4 മേഖലകളിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കലിമത്തിനെ ആരാണോ സാക്ഷാത്കരിക്കുന്നത്, യതവമ്മനു ശിഫാഅ മിൻ മർളി ഫസാദിൽ ഖൽബി വൽ ഖസ്ദ്, അങ്ങനെ സാക്ഷാത്കരിക്കുന്നവന് തീർച്ചയായിട്ടും അതിലൂടെ ലഭിക്കുന്ന കാര്യമാണ് ഖൽബിന്റെ ഫസാദ് കൊണ്ടും അവന്റെ ഉദ്ദേശത്തിന്റെ ഫസാദ് കൊണ്ടും എല്ലാ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നുമുള്ള ഷിഫ അവന് ലഭിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സാക്ഷാത്കരിക്കുമ്പോഴാണ്. ثم إن القلب يعرض له مرضان عظيمان, പിന്നെ ഖൽബിനെ ബാധിക്കുന്ന മഹത്തായിട്ട് ഗൗരവമുള്ള വലിയ 2 രോഗങ്ങൾ കൂടിയുണ്ട്. 2 രോഗങ്ങൾ കൂടി ഖൽബിനെ ബാധിക്കുന്നതുണ്ട്. ഇൻ ലം യതദാറക്ഹുമാ തറാമയാ ബിഹി ഇല തലഫ് വലാ ബുദ്. ഇൻ ലം യതദാറക്ഹുമാ, അവനാ 2 എണ്ണത്തിനെ നേരെയാക്കിയില്ല എങ്കിൽ, ശരിയാക്കിയില്ല എങ്കിൽ, തറാമയാ ബിഹി ഇല തലഫ്, ആ 2 എണ്ണം ഇവനെ കൊണ്ട് നാശത്തിലേക്ക് വീഴ്ത്തും. വലാ ബുദ്, അതെന്തായാലും സംഭവിക്കും. വഹുമ, ആ 2 രോഗങ്ങൾ അർരിയാഉ വൽ കിബ്റു. ഒന്ന് റിയാ ആണ്, ലോകമാന്യത, ആളുകൾ കാണാൻ വേണ്ടി അമല് ചെയ്യുക എന്നുള്ളത്. 2 വൽ കിബ്റു, അഹങ്കാരമാണ്, അഹങ്കരിക്കുക എന്നുള്ളത്. ഫദവാഉ റിയാ ബിഇയ്യാക നഅ്ബുദു, റിയാഇനുള്ള മരുന്ന് എന്നുള്ളത്, അതിനുള്ള പരിഹാരം മരുന്ന് എന്നുള്ളത് ഇയ്യാക നഅ്ബുദു എന്ന വാക്കാണ്. വദവാഉൽ കിബ്ർ, കിബ്റിനുള്ള പരിഹാരം എന്നുള്ളത് ഇയ്യാക നസ്തഈൻ കൊണ്ടാണ്. അതായത് ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരംശവും അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കുന്നില്ല. റിയാഇന്റെ ഒരു ഭാഗവും അതിൽ വരുന്നില്ല. ഇയ്യാക നസ്തഈൻ ഒരാൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ അവന്റെ കഴിവ് കൊണ്ടല്ല അവന്റെ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന് അംഗീകരിക്കലാണ് ഇയ്യാക നസ്തഈൻ. അതുള്ള ഒരാൾ ഒരിക്കലും അഹങ്കരിക്കുകയുമില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തത്തിനെ അവൻ അതിനർഹമായ പദവിയിൽ നിന്ന് ഉയർത്തി കാണുക എന്നുള്ളതാണ് അഹങ്കാരം. അപ്പോൾ ഇയ്യാക നസ്തഈൻ മനസ്സിലായാൽ അതും ഉണ്ടാവുകയില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, وكثيرا ما كنت أسمع شيخ الإسلام ابن تيمية قدس الله روحه يقول, ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. നാം പറഞ്ഞു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയോടൊപ്പം അവസാന കാലം വരെ അദ്ദേഹത്തിനോടൊപ്പം മുലാസിമായിട്ടുണ്ടായിരുന്ന ശിഷ്യനായിരുന്നു. അവസാന കാലത്ത് ജയിലിൽ വെച്ചാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് മരണപ്പെടുന്നത്. ആ സമയത്ത് 2 അവസ്ഥയിൽ ഇബ്നുൽ ഖയ്യിം ആ സമയത്ത് ജയിലിൽ തന്നെ വേറെ വേറെ ആക്കിയെന്നല്ലാതെ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്ന ശിഷ്യനായിരുന്നു ഇബ്നുൽ ഖയ്യിം. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ധാരാളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബിഇയ്യാക നഅ്ബുദു തദ്ഫഉർ റിയാ, ഇയ്യാക നഅ്ബുദു കൊണ്ടാണ് റിയാഇനെ പ്രതിരോധിക്കുന്നത്, റിയാഇനെ ഇല്ലാതാക്കുന്നത്. വബി ഇയ്യാക നസ്തഈൻ, ഇയ്യാക നസ്തഈൻ കൊണ്ടാണ് തദ്ഫഉൽ കിബ്രിയാ, അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ റിയാഉം കിബ്റും ഇല്ലാതാകണമെങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഒരാൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം. എന്നിട്ട് പറയുകയാണ്, ഫഇദാ ഊഫിയ മിൻ മറദി റിയാ ബി ഇയ്യാക നഅ്ബുദു, ഒരാൾ അവന് ആഫിയത്ത് നൽകപ്പെടുകയാണ്, അവന് രക്ഷ നൽകപ്പെടുകയാണ് റിയായിൽ നിന്ന്. ഇയ്യാക നഅ്ബുദു യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും സാക്ഷാത്കരിക്കാനും സാധിക്കുന്നതിലൂടെ റിയായിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയും, വമിൻ മറദിൽ കിബ്രിയാഇ വൽ ഉജ്ബി ബി ഇയ്യാക നസ്തഈൻ, ഇയ്യാക നസ്തഈൻ കൊണ്ട് അഹങ്കാരത്തിൽ നിന്നും സ്വന്തത്തിൽ ഉജ്ബ് അത്ഭുതം കൂറുന്നതിൽ നിന്നും ഒരാൾക്ക് രക്ഷ ലഭിക്കുകയാണെങ്കിൽ, വമിൻ മറദിൽ ബലാലി വൽ ജഹൽ ബിഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിൽ നിന്നും, സിറാത്തൽ മുസ്തഖീം ചോദിച്ചല്ലോ, അതിലൂടെ വലാലത്തിന്റെയും ജഹലിന്റെയും വഴികേടിന്റെയും അതുപോലെ അറിവില്ലായ്മയുടെയും എല്ലാം ആ രോഗങ്ങളിൽ നിന്നും ഒരാൾക്ക് ശിഫ ലഭിക്കുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ പറഞ്ഞത് ഇതിലെ സിറാത്തൽ, നമ്മൾ ഫാത്തിഹയുടെ ഓരോ ആയത്തിന്റെ ആശയമാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ബാബിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെയും റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ പറഞ്ഞു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് ആ 2 ആയത്തുകളാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഈ രോഗങ്ങളിൽ നിന്നെല്ലാം ഈ ആയത്തുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ആശയത്തെ പൂർത്തീകരിക്കുന്നതിലൂടെ ഒരാൾക്ക് ശിഫ ലഭിക്കുകയാണ് എങ്കിൽ ഊഫിയ മിൻ അംറാദിഹി വഅസ്ഖാമിഹി, അവന് ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അവന് ശിഫ അല്ലെങ്കിൽ സംരക്ഷണം ലഭിച്ച അവസ്ഥയിലാണ്, ആഫിയത്ത് ലഭിച്ച അവസ്ഥയിലാണ് അവൻ ഉണ്ടാവുക എന്ന് പറയാം. അമ്രാദും അസ്ഖാവും 2 രോഗത്തിന് പറയുന്നതാണ്. എന്നാൽ മറദിനേക്കാൾ ഒന്നുകൂടിയും ആഴത്തിലുള്ള അല്ലെങ്കിൽ ഒരു മാറാരോഗം എന്ന അർത്ഥത്തിലാണ് അസ്ഖാം എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതിൽ നിന്നെല്ലാം അവന് ആഫിയത്ത് നൽകപ്പെടും ഈ ആയത്തുകളെ യഥാർത്ഥ രൂപത്തിൽ സാക്ഷാത്കരിച്ചാൽ. വറഫല ഫീ അസ്വാബിൽ ആഫിയ, ആഫിയത്തിന്റെ വസ്ത്രം കൊണ്ട് അവൻ അലങ്കരിക്കപ്പെടും. അഥവാ അവന്റെ കൽബിന് ഈ രോഗങ്ങളൊന്നും ബാധിക്കാതെ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിൽ അവനായിത്തീരും. വതമ്മത്ത് അലൈഹി നിഅമ, അവന്റെ മേലെ അനുഗ്രഹം പൂർത്തിയാകും. വകാന മിനൽ മുൻഅമി അലൈഹിം, അനുഗ്രഹം നൽകപ്പെട്ട ആളുകളിൽ അവൻ ആയിത്തീരും. അടുത്ത ആയത്തിന്റെ ആശയമാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളതിന്റെ, അനുഗ്രഹം നൽകപ്പെട്ട ആളുകളിൽ അവൻ ആയിത്തീരും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായ, അള്ളാഹു കോപിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലല്ല. ആരാണ് കോപിക്കപ്പെട്ട ആളുകൾ? വഹും അഹ്ലു ഫസാദിൽ ഖസ്ദി, തന്റെ അറിവിനനുസരിച്ച് കർമ്മം ചെയ്യാതെ ഉദ്ദേശമില്ലാതെ ഉദ്ദേശങ്ങൾ പിഴച്ചുപോയ ആളുകളാണ് മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്നത്. അല്ലദീന അറഫുൽ ഹഖ്ഖ വഅദലു അൻഹു, ഹഖ് മനസ്സിലായിട്ടും അതിനെ ഒഴിവാക്കിയവർ. വദ്ദാല്ലീൻ, വഴികേടിലായവർ എന്ന് പറഞ്ഞാൽ വഹും അഹ്ലു ഫസാദിൽ ഇൽം, ഇൽമ് തന്നെ ഫസാദായവരാണ്, അറിവ് തന്നെ ശരിയല്ലാതെ കേടുവന്നു പോയവരാണ്. അല്ലദീന ജഹിലുൽ ഹഖ്ഖ വലം യഅരിഫൂഹ്, ഹക്കിനെ മനസ്സിലാകാതെ അറിവുകേടായിക്കൊണ്ട് അറിവില്ലായ്മയിൽ മുഴുകുന്ന ആളുകൾ. അപ്പോ ഈ രോഗങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെടുകയും ഇതല്ലാത്ത അനുഗ്രഹം നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവൻ ആവുകയും ചെയ്യും എന്നിട്ട് പറയുകയാണ്. വഅമ്മാ തവമ്മുനുഹാ ലിശിഫാഇൽ അബ്ദാൻ, ഇനി ശരീരത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങളിൽ പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ദലാലത്തുണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് അർഹനാവുക എന്നുള്ളത്. അതുപോലെ തന്നെ റിയാവും കിബ്റും അതുപോലെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഈ രോഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് ശിഫ ലഭിക്കാൻ ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ആവട്ടെ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ആവട്ടെ, ഈ ആയത്തുകളെ പൂർത്തീകരിക്കലാണ് മാർഗം. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാൽ, സുരക്ഷിതനായാൽ, ബാക്കിയുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം അവൻ സുരക്ഷിതനായി തീരും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതാണ് ഖൽബിന്റെ രോഗത്തിലുള്ള ശിഫ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ ശിഫയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഫഫി സഹീഹി മിൻ ഹദീസ് അബി അൽ മുതവക്കിൽ അൻ അബി സഈദ് അൽ ഖുദരി, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയിലും അതുപോലെ മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തുൽ ഹദീസിൽ കാണാം. അന്ന നാസൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറൂ ബിഹയ്യിൻ മിനൽ അറബ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഒരു യാത്രയിൽ അറബികളിൽപ്പെട്ട ഒരു നാട്ടുകാരുടെ അടുക്കലൂടെ, ആ നാട്ടിലൂടെ യാത്ര ചെയ്യുകയുണ്ടായി. ഫലം യഖ്റൂഹും വലം യുദയ്യിഫൂഹും, ആ നാട്ടുകാർ, ആ ഗ്രാമക്കാർ ഈ യാത്രക്കാരായിട്ടുള്ള ഇവർക്ക് വേണ്ട പരിഗണന നൽകുകയോ ആതിഥേയത്വം നൽകുകയോ, അവർ അതിഥികളാണ്, വഴിയാത്രക്കാരാണ് എന്ന നിലക്ക് അവർക്ക് നൽകേണ്ട ഒരു പരിഗണനയും ഒന്നും നൽകിയില്ല. ഫലൂദിഗ സയ്യിദുൽ ഹൈ, അങ്ങനെ ആ നാട്ടിലെ നേതാവിന് ഒരു വിഷമേറ്റു, തേള് കടിച്ചുകൊണ്ടോ അതുപോലെയുള്ള വിഷമേറ്റു. ഫഅതൗഹും, അങ്ങനെ ആ ആളുകൾ, ഗ്രാമക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ അടുക്കിലേക്ക് വന്നു. ഫഖാലു, എന്നിട്ട് ചോദിച്ചു, ഹൽ ഇൻദകും മിൻ റുഖയത്തിൻ, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും റുഖയുണ്ടോ, അഥവാ ഇങ്ങനെയുള്ള വിഷമേറ്റാലൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഔ ഹൽ ഫീകും മിൻ റാഖിൻ, അതല്ല നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ചികിത്സ ചെയ്യുന്ന റാഖിമാരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോ സ്വഹാബികൾ പറഞ്ഞു, നഅം, ഉണ്ട്. വലാകിന്നകും ലം തഖ്റൂന, പക്ഷേ നിങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ വഴിയാത്രക്കാരാണ് എന്ന നിലക്ക് ഞങ്ങളെ പരിഗണിക്കുകയോ ഞങ്ങളെ സൽക്കരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അഥവാ ആതിഥേയത്വം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. വലാ നഫ്അലു ഹത്താ തജ്അലൂ ലനാ ജുഅലൻ,
ഞങ്ങൾക്ക് വാഗ്ദാനമായിട്ട് എന്തെങ്കിലും നിർണയിക്കാതെ അല്ലെങ്കിൽ നിശ്ചയിക്കാതെ, അഥവാ റുഖ്യ ചെയ്ത് രോഗം മാറുകയാണെങ്കിൽ ഇന്നത് നൽകാം എന്നൊരു ജുഅൽ പ്രഖ്യാപിക്കാതെ നിശ്ചയിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ റുഖ്യ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഫജഅലൂ ലഹും അലാ ദാലിക ഖതീഅൻ മിനൽ ഗനം. അങ്ങനെ ആ നാട്ടുകാർ സഹാബികളോട് പറഞ്ഞു, ഒരു ആടുകളുടെ ഒരു ഓഹരി അവർ ജുഅൽ പറഞ്ഞു, അഥവാ ഈ രോഗം മാറിയാൽ നൽകാമെന്ന് നിശ്ചയിച്ചു. فجعل رجل منا يقرأ عليه بفاتحة الكتاب. സഹാബികൾ പറയാണ്, ഞങ്ങളിൽ ഒരാൾ ആ വിഷമേറ്റ കടിയേറ്റ ആ സയ്യിദുൽ ഹയ്യിന്റെ ആ ഗ്രാമത്തിലെ നേതാവിന്റെ അടുക്കൽ പോയി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. فقام كأن لم يكن به قلبة. അയാൾക്ക് ഒരു രോഗവും ബാധിക്കാത്ത രീതിയിൽ അയാൾ എഴുന്നേറ്റു. അഥവാ എന്താണോ വിഷമേറ്റുണ്ടായിരുന്ന ബുദ്ധിമുട്ട് അത് പൂർണ്ണമായി മാറിക്കൊണ്ട് അയാൾ എഴുന്നേറ്റു. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ അവർക്ക് എന്ത് കിട്ടി? ആ പ്രഖ്യാപിച്ച ആടുകൾ കിട്ടി. അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, ലാ തഅജലു ഹത്താ നഅതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഇതിനെ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ വീതിക്കാനോ ഒന്നും ഇപ്പൊ നിൽക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തി ഈ വിവരം അറിയിക്കുന്നവരെ. ഫഅതൈനാഹു ഫദകർനാ ലഹു ദാലിക്. അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുദ്രീക അന്നഹാ റുഖ്യത്തുൻ, എങ്ങനെയാണ് റുഖ്യ ചെയ്ത ആളോട് ചോദിച്ചു, എങ്ങനെയാണ് നിനക്കത് റുഖ്യയാണെന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കുലു വദ്രിബൂ ലി മഅകും ബിസഹ്മിൻ, നിങ്ങൾ ആ ആടുകളെ അല്ലെങ്കിൽ അറുത്ത് ഭക്ഷിച്ചു കൊള്ളുക, എന്ത് ചെയ്യുക, എനിക്കും അതിലൊരു ഓഹരി നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇത് റുഖ്യ കൊണ്ട് അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയെ ഖുർആനിനെ റുഖ്യയായി ഉപയോഗിച്ചുകൊണ്ട് രോഗത്തിന് ശിഫ ലഭിച്ച ഒരു സംഭവം ഹദീസുകളിൽ ക്രോഡീകരിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ഒരു സംഭവമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഖദ് തദമ്മന ഹാദൽ ഹദീസു ഹുസൂല ശിഫാഇ ഹാദൽ ലദീഖ് ബിഖിറാഅത്തിൽ ഫാത്തിഹതി അലൈഹി. ഈ ഹദീസിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നതാണ്, ഈ കടിയേറ്റ വിഷമേറ്റ ആൾക്ക് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തപ്പോൾ അതിലൂടെ ശിഫ ലഭിച്ചു എന്നുള്ളത്. മറ്റൊരു പരിഹാരം ആവശ്യമില്ലാത്ത നിലയിൽ, മറ്റൊരു രോഗത്തിന് പരിഹാരമായിട്ടൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ അവൻ അതിന് ധന്യനായി തീർന്നു. വറുബ്ബമാ ബലഗത് മിൻ ശിഫാഇഹി മാ ലം യബ്ലുഗ്ഹു അദ്ദവാ. അതുകൊണ്ട് തന്നെ ധാരാളം സന്ദർഭങ്ങളിൽ മറ്റൊരു മരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ, മറ്റൊരു ചികിത്സാ രീതി ഉപയോഗിക്കുന്നതിനേക്കാൾ ഈ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടും ഖുർആൻ കൊണ്ടും ശിഫ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഹാദാ മഅ ഖൗനിൽ മഹല്ലി ഗൈറ ഖാബിലിൻ. ഇവിടെ ഈ രോഗത്തിന് ശിഫ കിട്ടിയത് അല്ലെങ്കിൽ കടിയേറ്റവന് രോഗം മാറിയത് അവൻ ആ ഫാത്തിഹയുടെ കാര്യങ്ങളെ അല്ലെങ്കിൽ ആ റുഖ്യനെ അംഗീകരിക്കുന്ന ഒരാളായിക്കൊണ്ടല്ല. അതായത് മുസ്ലിമീൻ, ആ നാട്ടുകാർ മുസ്ലിമീങ്ങളല്ലാത്തവരാകാം. ഔ അഹ്ല ബുഖ്ലിൻ വലുഅ്മിൻ, ഇനി അല്ലെങ്കിൽ തന്നെ പിശുക്കന്മാരായിട്ടുള്ള ആളുകളാണ് അവർ. കാരണം ഒരു വഴിയാത്രക്കാർ വന്നപ്പോൾ ഒരു പരിഗണന നൽകാത്ത ഈ ഫാത്തിഹയുടെ ആശയത്തെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന, യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ആളുകൾ പോലുമല്ല. എന്നിട്ട് പോലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തപ്പോൾ അതിലെ ആളിന് എന്ത് ലഭിച്ചു? ശിഫ ലഭിച്ചു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ചോദിക്കുകയാണ്, ഫകൈഫ ഇദാ കാനൽ മഹല്ലു ഖാബിലൻ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങളെ പരിപൂർണമായി സ്വീകരിക്കുന്ന ഒരാളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എത്രത്തോളം ശിഫ അയാൾക്ക് ലഭിക്കും? എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വമ്മാ ഷഹാദത്തു തജാരിബി ബിദാലിക്. ഇതുകൊണ്ടുള്ള അനുഭവങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് രോഗത്തിന് ശിഫ ലഭിച്ച അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഫഹിയ അക്സറു മിൻ അൻ തുദ്കർ, അത് പരാമർശിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ധാരാളമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വദാലിക ഫി കുല്ലി സമാനിൻ, എല്ലാ കാലത്തിലും അതുണ്ടായിട്ടുണ്ട്. വഖദ് ജറബ്തു അന മിൻ ദാലിക ഫി നഫ്സി, എനിക്ക് എന്റെ സ്വന്തത്തിൽ ഉണ്ടായൊരു അനുഭവം. ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഇബ്നുൽ ഖയ്യിം ഈ ബദാജി സാലിക്കീനിലും ദാഉദ്ദവായിലും ധാരാളം കിതാബുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ്. അത് പറഞ്ഞു, എന്റെ സ്വന്തത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം. വഫി ഗൈരി ഉമൂറൻ അജീബത്തൻ, ഇതല്ലാതെ വേറെ ആളുകളിലും മറ്റുള്ള ആളുകളിലും അത്ഭുതകരമായിട്ടുണ്ടായിട്ടുണ്ട്. വലാ സിയമാ മുദ്ദത്തൽ മുഖാമി ബിമക്കത അഅസ്സഹു അല്ലാഹു തആല,
ഞാൻ മക്കയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ മക്കയിൽ ഉണ്ടായിരുന്ന കാലത്ത്, അധികവും ഹജ്ജിനും ഉംറക്കുമെല്ലാമായി മക്കയിലെത്തുന്ന സമയത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ ചരിത്രത്തിൽ കാണാം, മക്കയിൽ വരുന്ന സന്ദർഭത്തിൽ മക്കക്കാർ അത്ഭുതപ്പെടുമാറ് ത്വവാഫ് നിർവഹിക്കുമായിരുന്നു ഇബ്നുൽ ഖയ്യിം എന്ന്. ധാരാളം വളരെയധികം ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മക്കയിലെത്തിയാൽ ത്വവാഫ് ധാരാളമായി നിർവഹിക്കുന്ന ഒരാളായിരുന്നു ഇബ്നുൽ ഖയ്യിം. അപ്പോൾ ഞാൻ മക്കയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഫഇന്നഹു കാന യഅരിദു ലി ആലാമുൻ മുസ്ഇജത്തുൻ, എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഞെരുക്കമുണ്ടാക്കുന്ന ഒരു വേദനയുണ്ടായി. ബിഹൈസു തകാദു തഖ്തഉൽ ഹറകത മിന്നി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആ വേദന കൂടുന്ന ചില കിതാബുകൾ വയറിനാണ് ആ വേദന ബാധിച്ചതെന്ന് കാണാം. വദാലിക ഫി അസ്നാഇ ത്വവാഫി വഗൈരിഹി, അത് ത്വവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ത്വവാഫിന്റെ ഇടയിൽ എനിക്കത് ഉണ്ടായിട്ടുണ്ട്. ഫഉബാദിറു ഇലാ ഖിറാഅത്തിൽ ഫാത്തിഹ, ഞാൻ പെട്ടെന്ന് തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാറുണ്ട്. വഅംസഹു ബിഹാ അലാ മഹല്ലിൽ അലം ഫകഅന്നഹു ഹസാത്തുൻ തസ്ഖുത്, അത് അങ്ങനെ ആ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് എനിക്ക് എവിടെയാണോ വേദന അവിടെ കൈവച്ചുകൊണ്ട് ഞാൻ പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ ആ വേദന എന്തെങ്കിലും കാര്യങ്ങൾ കല്ലുകളോ മറ്റോ വീണു പോകുന്നത് പോലെ ആ വേദന ഒഴിവായി പോകാറുണ്ട്. ജറബ്തു ദാലിക മിറാറൻ അദീദതൻ, എന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്, ധാരാളം സന്ദർഭങ്ങളിൽ ഇതെനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. വകുൻതു ആഖിദു ഖദഹം മിൻ മാഇ സംസം, ഒരിക്കൽ ഞാൻ സംസം വെള്ളത്തിൽ ഒരു പാത്രത്തിൽ സംസം വെള്ളം എടുത്ത് ഫഖറഹു അലൈഹിൽ ഫാത്തിഹത മിറാറൻ, ഞാൻ അതിലേക്ക് ഒരുപാട് തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. വാശ്റബുഹു, എന്നിട്ട് ഞാനത് കുടിച്ചു. ഫഅജിദു ബിഹി മിനൻ നഫ്ഇ വൽ ഖുവ്വതി മാ ലം അഹദ് മിസ്ലഹു ഫിദ്ദവാ, ഒരു മരുന്ന് കൊണ്ട് പോലും ലഭിക്കാത്ത അത്ര ഉപകാരവും ഗുണവും നേട്ടവും ശക്തിയുമെല്ലാം അതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വല്ലംറു അഅ്ലമു മിൻ ദാലിക്, കാര്യം അതിനേക്കാൾ മഹത്തരമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ. വലാകിൻ, പക്ഷേ ബിഹസ്ബി ഖുവ്വത്തിൽ ഈമാൻ, ഈമാനിന്റെ ഖുവ്വത്ത് അനുസരിച്ചും വസിഹത്തിൽ യഖീൻ, അവന്റെ യഖീനിന്റെ യാഥാർത്ഥ്യം അനുസരിച്ചും എത്രത്തോളം അവന് യഖീൻ ഉണ്ട് എന്ന് പരിഗണിച്ചും ആണ് അതിന്റെ അനുഭവം ഉണ്ടാവുക. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവാണ് സഹായം ചോദിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞ് ആ ഒരു ഫസ്ല് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുക. അപ്പൊ ഇതിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഖൽബിനുള്ള രോഗങ്ങൾക്കുള്ള ശിഫ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നും, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ റുഖിയയായിക്കൊണ്ട് ശർഇൽ പഠിപ്പിക്കപ്പെട്ട ഖുർആൻ കൊണ്ടുള്ള റുഖിയയായിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ശിഫ ലഭിച്ച ഹദീസിൽ നിന്നുള്ള ഒരു സംഭവവും തന്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള സംഭവവും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ ആകത്തുക സൂറത്തുൽ ഫാത്തിഹ ഖൽബിന്റെ രോഗങ്ങൾക്കും അതുപോലെ ശരീരത്തിന്റെ രോഗങ്ങൾക്കുമുള്ള ശിഫ ആണ്. അടുത്ത ഫസ്ല് അൽ കലാമു അലാ ഖൗലിഹി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സിർറുൽ ഖൽഖി വൽ അംർ, സൃഷ്ടിപ്പിന്റെയും അതുപോലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിന്റെയും രഹസ്യമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വൽ കുതുബി വശറാഇ, അള്ളാഹു ഇറക്കിയിട്ടുള്ള കിതാബുകളുടെയും അവന്റെ ദീനീ നിയമങ്ങളുടെയും രഹസ്യമാണത്. വസ്സവാബി വൽ ഇഖാബ്, പ്രതിഫലം നൽകുന്നതിന്റെയും ശിക്ഷ നടപ്പിലാക്കുന്നതിന്റെയും രഹസ്യമാണത്. ഇൻതഹ ഇലാ ഹാതൈനിൽ കലിമതൈൻ, ആ രഹസ്യമെല്ലാം മടങ്ങുന്നത് ഈ രണ്ട് കലിമത്തുകളിലേക്കാണ്. അഥവാ അള്ളാഹു തആല സൃഷ്ടിപ്പ് നടത്തിയത്, കിതാബുകൾ ഇറക്കിയത്, റസൂലുകൾ നിയോഗിച്ചത്, ശരീഅത്തിന് നിയമം ഉണ്ടാക്കിയത്, അതിന് പ്രതിഫലമായി സ്വർഗമൊരുക്കിയത്, ശിക്ഷയായി നരകമൊരുക്കിയത്, ഇതിന്റെ എല്ലാം രഹസ്യം എന്നുള്ളത് ഈ ഒരു കലിമത്താണ്. അല്ലെങ്കിൽ ഇത് സാക്ഷാത്കരിക്കലാണ്, ഇത് പൂർത്തീകരിക്കലാണ്. വഅലൈഹാ മദാറുൽ ഉബൂദിയ്യത്തി വത്തൗഹീദ്, അള്ളാഹുവിനുള്ള ഉബൂദിയത്തിനെയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെയും അതുപോലെ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നതിന്റെയും എല്ലാ കാര്യങ്ങളും ചുറ്റിക്കിടക്കുന്നത് ഇതിനെയാണ്, ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെയാണ്. ഹത്താ ഖീല, ചിലർ പറയപ്പെട്ടിട്ടുണ്ട്, ചില അസറുകളിൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ള അസറുകളിൽ കാണാം, അൻസലല്ലാഹു മിഅത കിതാബിൻ വ അർബഅത കുതുബിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല 100 ഏടുകളും 4 കിതാബുകളും ഇറക്കിയിട്ടുണ്ട്. 4 കിതാബുകൾ, നമുക്കറിയുന്ന 4 കിതാബുകളും അതുപോലെ 100 സുഹഫുകളായിക്കൊണ്ട് 100 ഏടുകളും ഇറക്കിയിട്ടുണ്ട്. ജമഅ മആനിയഹാ ഫി തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ,
അതിന്റെ ആശയങ്ങളെല്ലാം ആ ഇറക്കപ്പെട്ട ഏടുകളാവട്ടെ കിതാബുകളാവട്ടെ അതിന്റെ ആശയങ്ങളെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത് 3 കിതാബിലാണ്, തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലുമാണ്. وجمع معاني هذه الكتب الثلاث في القرآن. ഈ 3 കിതാബുകളുടെ ആശയങ്ങളെല്ലാം ഒരുമിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. وجمع معاني القرآن في المفصل. ഖുർആനിന്റെ ആശയത്തെ മുഴുവൻ മുഫസ്സലായ സൂറത്തുകളിൽ, മുഫസ്സലായ സൂറത്ത് ഉലമാക്കൾ സൂറത്തുൽ ഹുജറാത്ത് ഖാഫ് മുതലുള്ള ആ സൂറത്തുകൾ അതിൽ ഒരുക്കിയിട്ടുണ്ട്. വജമഅ മആനിയൽ മുഫസ്സൽ ഫിൽ ഫാത്തിഹ. ആ മുഫസ്സലായ സൂറത്തുകളുടെ എല്ലാം ആശയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അഥവാ ഖുർആന്റെ എല്ലാ കാര്യമുണ്ട് എന്നല്ല, എന്താണോ അതിന്റെ പ്രധാന ലക്ഷ്യം അതിന്റെ കാര്യങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. വമആനിയൽ ഫാത്തിഹ ഫി ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയുടെ ആ ആശയത്തെ, അതിന്റെ മുഴുവൻ ഉദ്ദേശത്തെ, ആശയത്തെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആ ആയത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. വഹുമൽ കലിമതാനി അൽ മഖ്സൂമതാനി ബൈന റബ്ബി വ ബൈന അബ്ദിഹി നിസ്ഫൈൻ. ഈ കലിമത്ത് പകുതി അള്ളാഹുവിലേക്കും പകുതി അടിമയിലേക്കും ഖിസ്മ ചെയ്തിട്ടുള്ള, വേർതിരിച്ചിട്ടുള്ള, ഭാഗം ചെയ്തിട്ടുള്ള കലിമത്താണ്. ഹദീസിൽ നമുക്ക് വന്നിട്ടുണ്ട്, ഒരടിമ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഓരോ ആയത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും. ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹബിദനി അബ്ദി, അതുപോലെ അസ്നാ അലയ്യ അബ്ദി, മജ്ജദനി അബ്ദി എന്നൊക്കെ പറയും. അങ്ങനെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി. ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കാര്യം, അഥവാ എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ ഇതാണ്. ഇത് പൂർത്തീകരിച്ചാൽ വലിയ അബ്ദി മാ സഅൽ, അവൻ ചോദിക്കുന്നതൊക്കെ അവനുണ്ടാകും. അപ്പൊ അങ്ങനെ വേർതിരിച്ചിട്ടുള്ള ഒരു കലിമത്താണത്. ഫനിസ്ഫുഹാ ലഹു തആല, അതിന്റെ ഒരു പകുതി അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് വഹുവ ഇയ്യാക നഅബ്ദു, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. വനിസ്ഫുഹാ ലി അബ്ദിഹി, ബാക്കി പകുതി അടിമക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നതാണ്. വ ഇയ്യാക നസ്തഈൻ, അള്ളാഹു എന്നുള്ള സഹായം. ഇയ്യാക നഅബ്ദു എന്നുള്ളത് അടിമ അള്ളാഹുലേക്ക് ചെയ്യേണ്ട ഇബാദത്തുകളാണ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുലേക്ക് അങ്ങോട്ട് ചെയ്യേണ്ടതാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയിലേക്ക് ഇങ്ങോട്ട് നൽകുന്ന സഹായങ്ങളും ഔദാര്യങ്ങളുമാണ്. അതാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് ആ പറഞ്ഞല്ലോ ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ രണ്ടായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഓരോന്നിനെയും വിശദീകരിക്കുകയാണ്. വൽ ഇബാദത്തു തജ്മഉ അസ്ലൈൻ. ഇബാദത്ത് എന്നുള്ളത് 2 അടിസ്ഥാനങ്ങളെ ഒരുമിപ്പിക്കുന്നുണ്ട്, ജംഅ് ചെയ്യുന്നുണ്ട്. അതായത് സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ പ്രാധാന്യത്തെ പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് ഇബാദത്തിനെയും ഇസ്തിആനത്തിനെയും 2ആയി വേർതിരിച്ചു പറയാണ്. ഇബാദത്ത് എന്നുള്ളത് 2 കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. ഗായത്തുൽ ഹുബ്ബി ബിഗായത്തിദ് ദുല്ലി വൽ ഖുദൂഇ. ഗായത്തുൽ ഹുബ്ബ്, അങ്ങേയറ്റത്തെ ഇഷ്ടവും, ബിഗായത്തിദ് ദുല്ലി വൽ ഖുദൂഇ, അങ്ങേയറ്റത്തെ താഴ്മയും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ്, ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഇബാദത്ത് ശരിയാകുന്നത്. വൽ അറബു തഖൂൽ, അറബികൾ പറയാറുണ്ട്, ത്വരീഖും മുഅബ്ബദുൻ, മുഅബ്ബദായ പതിഞ്ഞിട്ടുള്ള വഴി, താഴ്ന്നു പതിഞ്ഞിട്ടുള്ള വഴി എന്ന ഒരു വഴികളെ പറ്റി പറയാറുണ്ട്. ഉദ്ദേശം മുദല്ലൽ, പതിഞ്ഞത്, താഴ്ന്നത് എന്നുള്ള അർത്ഥത്തിൽ. വത്തഅബ്ബുദു അത്തദല്ലുലു വൽ ഖുദൂ'. തഅബ്ബുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുക, വിധേയത്വം കാണിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഫമൻ അഹ്ബബ്തഹു വലം തകുൻ ഖാദിഅൻ ലഹു ലം തകുൻ ആബിദൻ ലഹു. നീ ഒരാളെ ഇഷ്ടപ്പെടുകയാണ്, എന്നാൽ നീ അവനോട് വിധേയത്വമോ താഴ്മയോ കാണിക്കുന്നില്ല, എങ്കിൽ നീ അവനെ ആരാധിച്ചവനാകുന്നില്ല. വമൻ ഖദഅത ലഹു ബിലാ മഹബ്ബത്തിൻ, നീ ഒരാളോട് താഴ്മ കാണിച്ചു എന്നാൽ ഇഷ്ടത്തോടു കൂടിയല്ല, ലം തകുൻ ആബിദൻ ലഹു, നീ അവനെ ആരാധിക്കുന്ന, അവനെ ആബിദായി നീ മാറുന്നില്ല. ഹത്താ തകൂന മുഹിബ്ബൻ ഖാദിഅൻ, നീ ഇഷ്ടപ്പെടുന്നവനും താഴ്മ കാണിക്കുന്നവനും ഒരുപോലെ ആകുന്നത് വരെ. ഇത് അറിയപ്പെട്ട ഇബാദത്തിന്റെ തഅരീഫാണ്. ഇബ്നു ഖയ്യിം തന്നെ അദ്ദേഹത്തിന്റെ നൂനിയയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഇബാദത്തുർ റഹ്മാൻ ഗായത്തു ഹുബ്ബിഹി വദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി അതുപോലെ തന്നെ ഇഷ്ടത്തോടുകൂടി അള്ളാഹുവിനെ, അത് രണ്ടും കൂടി ചേർന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. അത് ഇബാദത്തിന്റെ 2 ഖുതുബകളാണ്, 2 അടിസ്ഥാന നെടുന്തൂണുകളാണ് എന്നെല്ലാം പറഞ്ഞത് കാണാം. അപ്പോൾ ഇബാദത്ത് ശരിയാവണമെങ്കിൽ ഒന്ന് അങ്ങേയറ്റത്തെ സ്നേഹം, ഇഷ്ടം, മറ്റെന്തിനേക്കാളും സ്വന്തത്തെക്കാളും അള്ളാഹുവിനോട് ഉണ്ടായിരിക്കണം.
രണ്ട് അങ്ങേയറ്റത്തെ താഴ്മ, വിധേയത്വം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാണിക്കണം. അപ്പോഴാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇബാദത്ത് യോജിപ്പിക്കുന്ന ജമഅ ചെയ്യുന്ന രണ്ട് അസ്ലുകൾ. എന്നിട്ട് പറയാണ് ഇസ്തിആനത്തിനെ പറ്റിയിട്ട്, വലിസ്തിആനതു തജ്മഉ അസ്ലൈൻ, ഇസ്തിആനത്ത് രണ്ട് കാര്യങ്ങൾ ഒരുമിപ്പിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇസ്തിആനത്ത് ശരിയാകുന്നത്. നമ്മൾ സഹായം തേടുമ്പോൾ, അള്ളാഹുവിനോട് സഹായം തേടുമ്പോൾ അത് ശരിയാകുന്നത്. അസ്ദിഖത ബില്ലാഹ് വൽഇഅ്തിമാദ അലൈഹി, അള്ളാഹുവിലുള്ള ദൃഢമായ ബോധ്യം, അള്ളാഹുവിലുള്ള ഒരു ദൃഢത. രണ്ടാമത്തേത് വൽഇഅ്തിമാദ അലൈഹി, അള്ളാഹുവിന്റെ മേൽ ആശ്രയിക്കുക എന്നുള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ മേലെ ദൃഢമായ ബോധ്യവും ദൃഢതയും ഉണ്ടാവുക എന്നുള്ളത്. രണ്ട് ആ അള്ളാഹുവിന്റെ മേലെ പരിപൂർണമായി ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോഴാണ് ഇസ്തിആനത്ത് ശരിയാകുന്നത്. എന്നിട്ട് പറയാണ് ഫഇന്നൽ അബ്ദ ഖദ് യസിഖു ബിൽ വാഹിദി മിനൻ നാസ്, ചിലപ്പോ ചില ആളുകൾ, ഒരു അടിമ, അവൻ ജനങ്ങളിൽ ഒരാളെ കുറിച്ച് നല്ല ദൃഢബോധ്യം ഉണ്ടാവും. അവനെ സഹായിക്കാനോ അല്ലെങ്കിൽ അവനെ രക്ഷിക്കാനോ കഴിവുള്ള ആളാണ്, ഒക്കെ നല്ല ബോധം ഉണ്ടാകും. വലാ യഅ്തമിദു അലൈഹി, പക്ഷെ അവനെ ആശ്രയിക്കൂല, അവന്റെ മേലെ ഇഅ്തിമാദ് ചെയ്യില്ല, ആശ്രയിക്കില്ല. ഫി ഉമൂരിഹി മഅ സിഖതിഹി ബിഹി, അവന്റെ മേലെ ദൃഢതയുണ്ടായിട്ടും ആശ്രയിക്കൂല. ലിസ്തിഗ്നാഇഹി അൻഹു, അവനിൽ നിന്ന് ധന്യത കാണിക്കാൻ വേണ്ടി, ഞാൻ അവനെ ആശ്രയിച്ചു എന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി. വഖദ് യഅ്തമിദു അലൈഹി മഅ അദമി സിഖതിഹി ബിഹി, ചില ആളുകളുടെ മേലെ അല്ലെങ്കിൽ അവന്റെ മേലെ തന്നെ ആശ്രയിക്കും, അവന്റെ മേലെ ദൃഢബോധ്യമൊന്നും ഉണ്ടാവില്ല, അവന് കഴിയോ ഇല്ലേ ബോധ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ആശ്രയിക്കും. എന്തുകൊണ്ടാണ്? ലിഹാജതിഹി ഇലൈഹി, അവനിലേക്ക് അവനെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട്. ലിവലിഅദബി മൻ യഖൂമു മഖാമഹു, അവന്റെ സ്ഥാനത്ത് വേറൊരാളില്ല. അപ്പൊ അവനെ സഹായിക്കാൻ ഒരാൾ, അയാൾക്ക് പറ്റുമല്ലോ എന്നറിയില്ല, പക്ഷെ വേറൊരാളില്ല, അവൻ മാത്രമേ ഉള്ളൂ. ആ നിലയ്ക്ക് അവനെ ആശ്രയിക്കുന്ന അവസ്ഥ വരും. ഫയഹ്താജു ഇലാ ഇഅ്തിമാദിഹി അലൈഹി, അങ്ങനെ അവനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇവൻ ഉണ്ടായിത്തീരുകയും ചെയ്യും. മഅ അന്നഹു ഗൈറ വാസിഖിൻ ബിഹി, അവന്റെ മേലെ ദൃഢബോധ്യമില്ലാഞ്ഞിട്ടും. അതായത് ചുരുക്കത്തിൽ മനുഷ്യർ പരസ്പരം മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ ചിലപ്പോ അയാൾക്ക് കഴിയും എന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ കഴിയും എന്നുള്ള ബോധം ഉണ്ടാകും, പക്ഷെ നമ്മൾ ആശ്രയിച്ചോളുന്നില്ല, കാരണം അവന്റെ ആവശ്യക്കാരനായി പോകണ്ട എന്ന നിലയ്ക്ക്. ചിലപ്പോൾ അയാൾക്ക് കഴിയുമല്ലേ നമുക്ക് ഉറപ്പുണ്ടാവില്ല, പക്ഷെ എന്തു ചെയ്യും, നമ്മൾ ആശ്രയിക്കേണ്ടി വരും, കാരണം അവന്റെ സ്ഥാനത്ത് ചെയ്തു തരാൻ വേറൊരാളും ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതല്ല, ഈ രണ്ടും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഇസ്തിആനത്ത് എന്ന് പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ദൃഢമായ ബോധ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പരിപൂർണമായ ആശ്രയിക്കലും ഉണ്ടാകുമ്പോഴാണ് ഈ ഇസ്തിആനത്ത് ഉണ്ടാകുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് വതവക്കുൽ മഅനാ യൽതഇമു മിൻ അസ്ലൈൻ, തവക്കുൽ എന്നതിന്റെ ആശയം അതുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളെ ഏകോപിച്ചിട്ടാണ്. അതായത് ഇസ്തിആനത്ത് എന്നുള്ളതിന്റെ ഭാഗമാണ് തവക്കുൽ. അതായത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിനെ ഒന്നുകൂടി പണ്ഡിതന്മാർ വ്യക്തമായി മനസ്സിലാക്കാൻ പറഞ്ഞ രീതിയാണ് ഇയ്യാക നഅ്ബുദു തൗഹീദ് എന്നും ഇയ്യാക നസ്തഈൻ തവക്കുൽ എന്നും. തൗഹീദും തവക്കുലും എന്ന നിലക്ക് വേർതിരിച്ച് പറഞ്ഞത് കാണാം. അപ്പോ ഇസ്തിആനത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ തവക്കുൽ ചെയ്യുക എന്നാണ് ഉദ്ദേശം. അതിനെ തുടർന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ് തവക്കുൽ എന്നതിന്റെ ആശയവും ഈ രണ്ട് കാര്യങ്ങൾ ഏകോപിക്കുന്നതാണ്. മിനസ്സിഖതി വൽ ഇഅ്തിമാദ്, അല്ലാഹ് ദൃഢബോധ്യവും പൂർണ്ണമായ ആശ്രയവും. വഹുവ ഹഖീഖത്തു ഇയ്യാക നസ്തഈൻ, അതാണ് ഇയ്യാക നസ്തഈൻ എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ സാക്ഷാത്കാരം. വതഖ്ദീമുൽ ഇബാദത്തി അലൽ ഇസ്തിആനത്തി ഫിൽ ഫാത്തിഹ, ഇനി സൂറത്തുൽ ഫാത്തിഹയിൽ ഇസ്തിആനത്ത് പറയുന്നതിന് മുമ്പേ ഇബാദത്ത് പറഞ്ഞത്, അഥവാ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞതിന് ശേഷം ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് മിൻ ബാബി തഖ്ദീമിൽ ഗായാതി അലൽ വസാഇൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ലക്ഷ്യമായിട്ടുള്ള കാര്യം എന്താണോ അത് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിനേക്കാൾ മുൻപേ പറയുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണോ നേടിയെടുക്കേണ്ട ലക്ഷ്യം അതിലേക്കുള്ള മാർഗത്തിന് മുമ്പേ ആ ലക്ഷ്യത്തെ പറ്റി പറയുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ ഇബാദത്തു ഗായത്തുൽ ഇബാദിൽ ലതീ ഖുലിഖൂ ലഹാ, അതായത് ഇബാദത്ത് എന്നുള്ളത് അടിമകൾ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന്റെ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ അടിമകൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശമാണ് ഇബാദത്ത് എന്നുള്ളത്. വൽ ഇസ്തിആനത്തു, എന്നാൽ ഇസ്തിആനത്തോ വസീലത്തുൻ ഇലൈഹ, അത് പൂർത്തീകരിക്കാനുള്ള വസീല മാർഗമാണ് ഇസ്തിആനത്ത് എന്നുള്ളത്. അതായത് അള്ളാഹുവിനെ ആരാധിക്കാനാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ആരാധന പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വേണം. അത് വസീലയാണ് അതിലേക്കുള്ളത്. ഇപ്പൊ ഏത് കാര്യത്തിനും, ഇപ്പൊ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാവട്ടെ, ഇപ്പൊ നമ്മൾ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിലൂടെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത്. ഇനി ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ റിസ്ഖാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ, ആഫിയത്താവട്ടെ, ഇതിനെല്ലാം അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കാറുള്ളത്. അപ്പൊ അത് വസീലയും ലക്ഷ്യം ഇബാദത്തുമാണ്. അതുകൊണ്ടാണ് രണ്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഈ രണ്ട് തരത്തിൽ ഇബാദത്തും ഇസ്തിആനത്തുമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഗായത്തുൽ ഹുബ്ബി വ ഗായത്തുദ്ദുൽ മഅ ഗായത്തുദ്ദുൽ, അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി താഴ്മ കാണിക്കലാണ്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള സിഖത്തും അള്ളാഹുവിനോടുള്ള ഇഅ്തിമാദുമാണ്. അതാണ് ഒരാൾ തവക്കുലുള്ള ആളായി തീരുന്നത്. അപ്പൊ ഇബാദത്തിന് രണ്ട് അസ്ലുകളുണ്ട്, ഇസ്തിആനത്തിന് രണ്ട് അസ്ലുകളുണ്ട്. അടുത്ത ഫസ്ൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് അഫ്ളലുൽ ഇബാദാത്ത്, ഈ ഇബാദത്തുകളിൽ, ഇപ്പൊ ഇയ്യാക നഅ്ബുദിന്റെ മഖാം പറഞ്ഞല്ലോ, ആ ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഇബാദത്തുകൾ ഏതാണ്? ഏതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ഇബാദത്ത്? ഇബ്നുൽ ഖയ്യിം പറയുന്നു, അഹ്ലു മഖാമി ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു എന്നുള്ള സ്ഥാനത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന പദവിയിൽ എത്തിയിട്ടുള്ള ആളുകൾ, ലഹും ഫി അഫ്ളലിൽ ഇബാദത്തി വ അൻഫഇഹാ, അവർക്കുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ഉപകാരമായിട്ടുള്ള ഇബാദത്തിൽ, വ അഹഖിഹാ ബിൽ ഈസാരി വ തഖ്സീസ്, പരിഗണന കൊടുക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകമാക്കേണ്ട ഇബാദത്തുകളിൽ അർബഅതു തുറുഖിൻ, 4 വഴികൾ. അതായത് ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണ്, ഏറ്റവും പരിഗണന കൊടുക്കേണ്ട ഇബാദത്താണ് എന്ന നിലക്ക് 4 വഴികൾ അവർക്കുണ്ട്. വഹും ഫീ ദാലിക അർബഅതു അസ്നാഫിൻ, അതായത് 4 ഇനങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, ഇയ്യാക നഅ്ബുദിന്റെ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവർക്ക് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണ് എന്ന് പരിഗണിക്കുന്നതിൽ അവർ 4 വിഭാഗങ്ങളാണ്. അവർക്ക് 4 വഴികളുണ്ട്, അതിൽ 4 വിഭാഗങ്ങളാണ്. അസ്നിഫുൽ അവ്വൽ, ഒന്നാമത്തെ കൂട്ടർ, ഇൻദഹും അൻഫഉൽ ഇബാദാതി വ അഫ്ളലുഹാ, അവരുടെ അടുക്കൽ ഏറ്റവും ഉപകാരമുള്ളതും ഏറ്റവും അഫ്ളലായിട്ടുമുള്ള ഇബാദത്തുകളായി അവർ പരിഗണിക്കുന്നത് അശഖ്ഖുഹാ അലൻ നുഫൂസി വ അസ്അബുഹാ, സ്വന്തത്തിന് മേലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഞെരുക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഈ ഇയ്യാക നഅ്ബുദു എന്ന മഖാമിന്റെ ആളുകൾ 4 തരത്തിലുണ്ടാകും. ആ 4 തരത്തിൽ ഒന്നാമത്തെ കൂട്ടർ, അവർ ഏറ്റവും അഫ്ളലായ ഏറ്റവും ഉപകാരപ്രദമായ ഇബാദത്തായി അവർ മനസ്സിലാക്കുന്നത് സ്വന്തത്തിന് മേലെ, നഫ്സിന് മേലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഖാലു, അവർ പറയുന്നത്, ലിഅന്നഹു അബ്അദുൽ അഷ്യാഇ മിൻ ഹവാഹാ, സ്വന്തത്തിന് മേലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഒരാൾ അവന്റെ സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നതിൽ ഏറ്റവും വിദൂരമായിട്ടുള്ളത്. അഥവാ സ്വന്തം നഫ്സിന്റെ ഇഷ്ടത്തിന് വിടാതെ നഫ്സിന്റെ ഇച്ഛകളെയൊക്കെ അകറ്റി നിർത്തുന്നത്. വഹുവ ഹഖീഖത്തു തഅബ്ബുദ്, അതാണ് തഅബ്ബുദിന്റെ ഹഖീഖത്ത്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വൽ അജ്റു അലാ ഖദ്രിൽ മശഖ്ഖ, എത്രത്തോളം ബുദ്ധിമുട്ട് സഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത്. വഹാ ഉലാഹി, ഈ കൂട്ടർ, വഹാ ഉലാഹി ഹും അഹ്ലുൽ മുജാഹദാതി വൽ ജൗരി അലൻ നുഫൂസ്, സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യുന്ന, സ്വന്തത്തിനെ അവരുടെ കൽപ്പനകളുടെ അടിയിൽ നിർത്തുന്ന ആളുകളാണ് ഇക്കൂട്ടർ. അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ 4 തരക്കാരായിട്ടുണ്ട്. ഏതാണ് അഫ്ളലായ ഇബാദത്ത് എന്ന് പരിഗണിക്കുന്നതിൽ അതിൽ ഒന്നാമത്തെ കൂട്ടർ അവർ പറയുന്നത് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്നുള്ളത് നഫ്സിനെ എതിർത്തുകൊണ്ട്, നഫ്സിനെതിരെ ജിഹാദ് ചെയ്തുകൊണ്ട്, സ്വന്തത്തിന്റെ ഇച്ഛകൾക്കെതിരെ പണിയെടുത്തുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഏത് കാര്യം, ആ ബാബിൽ വരുന്ന ഏത് കാര്യവും അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നവർ പറയുന്നു. അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളലായത് എന്നും അവർ പറയുന്നു. രണ്ടാമത്തെ കൂട്ടർ അസ്നിഫു ത്സാനി ഖാലു, രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് അഫ്ളലുൽ ഇബാദാതി വ അൻഫഉഹാ, ഏറ്റവും അഫ്ളലായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇബാദത്തുകൾ അത്തജറുദു വസ്സുഹ്ദു ഫി ദുനിയ, ത്യാഗം സഹിക്കലും അല്ലെങ്കിൽ ദുനിയാവിനെ ത്യജിക്കലും ദുനിയാവിനോട് വിരക്തി കാണിക്കലും, വതഖല്ലുലു മിൻഹാ ഗായത്തുൽ ഇംകാൻ, സാധിക്കുന്നതിൽ പരമാവധി ദുനിയാവിന്റെ
വിഭവങ്ങളെ കുറച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക. വത്തിറാഹുൽ ഇഹ്തിമാമു ബിഹാ, ദുനിയാവിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് ഒഴിവാക്കുക. വഅദമുൽ ഇക്തിറാഹി ബികുല്ലി മാ ഹുവ മിൻഹാ, ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കാതെ ദുനിയാവിനോട് വിരക്തി കാണിക്കലാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യലാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള നഫ്സിനോടുള്ള ജിഹാദിന്റെ ബാബിൽ വരുന്നതാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം ദുനിയാവിനോട് വിരക്തി കാണിക്കുക, ദുനിയാവിൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക, അങ്ങനെയുള്ളതാണ് അഫ്ളലായ ഇബാദത്ത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടർ പറഞ്ഞു റഅൗ അന്ന അഫ്ളൽ ഇബാദാതി വഅൻഫഅഹാ മാ കാന ഫീഹി നഫ്ഉൻ മുതഅദ്ദിൻ. ഇക്കൂട്ടർ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതഅദ്ദിയായ ഉപകാരങ്ങൾ ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ഇബാദത്തുകൾ എന്നാണ്. എന്താ മറ്റുള്ളവർക്ക് ഉപകാരം പറഞ്ഞാൽ അവർ പറയുന്നത് ഫറഔഹു, അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അഫ്ളല മിൻ ദിന്നഫ്ഇൽ ഖാസിർ, ഈ മുതഅദ്ദിയായ മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന ഇബാദത്തുകൾ അത് കുറഞ്ഞ ഉപകാരം ലഭിക്കുന്നതിനേക്കാൾ, കുറഞ്ഞ ഉപകാരം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിനേക്കാൾ അഫ്ളലാണ് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഫറഔ ഖിദ്മത്തുൽ ഫുഖറ, ഏതുപോലെ ദരിദ്രരായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യുന്ന ഖിദ്മത്ത് ചെയ്യുക. വലിസ്തിഗാല ബിമസാലിഹിൻ നാസി വഖളാഇ ഹവായിജിഹിം, ജനങ്ങൾക്ക് നന്മ വരുത്താനും ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ അതിൽ മുഴുകുക. വമുസാഅദതഹും ബിൽ മാലി വൽ ജാഹി വൻ നഫി അഫ്ളൽ, ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണോ അവനെ കൊണ്ട് കഴിയുക, അവന്റെ പദവി കൊണ്ടോ അവന്റെ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ അവന് സാധിക്കുക, ആ നിലയിലൊക്കെ സഹായം ചെയ്യലാണ് അഫ്ളലായിട്ടുള്ളത്. ഫസദ്ദൗ ലഹു വഅമിലു അലൈഹി, അവർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അഫ്ളൽ എന്ന് മനസ്സിലാക്കുന്നു, അതിന്റെ മേലെ അവർ പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ കൂട്ടർ അതാണ്. അഥവാ ഇയ്യാക നഅ്ബുദു എന്ന മഖാമിന്റെ ആളുകൾ അവർ ഏറ്റവും അഫ്ളലായ ഇബാദത്തിനെ പരിഗണിക്കുന്നതിൽ 4 ഇനമാണ്. ഒന്നാമത്തെ ഇനം സ്വന്തം നഫ്സിനോടുള്ള മുജാഹദത്ത്, അതാണ് ഏറ്റവും അഫ്ളലായതെന്ന് പറയുന്നു. രണ്ടാമത്തെ ഇനം സുഹദ്, ദുനിയാവിനോട് വിരക്തി, അതുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഇനം മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ, അത് ദാനധർമ്മമാവട്ടെ അല്ലാതെ സഹായിക്കലാവട്ടെ, അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് ഇബ്നു ഖയ്യിം പറയാണ് വഹ്തജ്ജു, ഈ മൂന്നാമത് പറഞ്ഞ ആളുകൾ, അതായത് മുതഅദ്ദിയായ മറ്റുള്ളവരിലേക്ക് എത്തുന്ന അമലുകളാണ് അഫ്ളൽ എന്ന് പറയുന്ന ആളുകൾ, അവർ തെളിവെടുത്തത് ബിഅന്ന അമലൽ ആബിദ് ഖാസിറുൻ അലാ നഫ്സിഹി, ഒരാൾ സ്വന്തം കാര്യം മാത്രം നോക്കി, അല്ലെങ്കിൽ സ്വന്തത്തിലേക്ക് മാത്രം നഫ്ഉള്ള ഇബാദത്തുകൾ മുഴുകുന്ന ആളുകളുടെ അവൻ സ്വന്തത്തിലേക്ക് കുറവ് വരുത്തിയവനാണ്, സ്വന്തം കാര്യം മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. വഅമലൻ നഫാഇ മുതഅദ്ദിൻ ഇലൽ ഗൈർ, എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവന്റെ കാര്യം എന്താണ്, ആ നഫ്ഉ ബാക്കിയുള്ളവർക്ക് കൂടി എത്തുന്നുണ്ട്, ഉപകാരം മറ്റുള്ളവർക്ക് കൂടി കിട്ടുന്നുണ്ട് അവന്റെ അമല്. വഅൈന അഹദുഹുമാ മിനൽ ആഖർ, ഈ രണ്ടുപേരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അവർ പറയുന്ന ഒരു തെളിവാണ്. അപ്പൊ സ്വന്തത്തിന്റെ കാര്യം മാത്രം വയ്ക്കാൻ അവര് മാത്രമേ നിൽക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് ചെയ്താൽ ആ അമല് മറ്റുള്ളവർക്ക് കൂടി നീണ്ടുപോകുന്നതാണ്, അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് അവർ പറയുന്നത്. ഖാലു, അവർ പറയാറുണ്ട് വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബിനോട് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക് മിൻ ഹുമരിൻ നഅം, നീ കാരണത്താൽ ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുകയാണെങ്കിൽ അതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒട്ടകത്തിനേക്കാൾ നിനക്ക് ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ മറ്റുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കാൻ ഒരു കാരണമായാൽ എന്നുള്ള ഇതിനെ തെളിവെടുക്കാറുണ്ട്. വഹാദ തഫ്ദീലു ലിനഫ്ഇൽ മുതഅദ്ദി, ഈ ഫള് വന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കർമ്മമായതുകൊണ്ടാണ് എന്നവർ പറയാറുണ്ട്. അപ്പൊ മൂന്നാമത്തെ ഇനം ആളുകൾ അക്കൂട്ടരാണ്. അസ്സിൻഫുർ റാബിഅ, നാലാമത്തെ കൂട്ടം ആളുകൾ ഖാലു, അവർ പറയുന്നത് ഇന്ന അഫ്ളൽ ഇബാദത്തി അൽ അമലു അലാ മർദാത്തി റബ്ബി തആല ഫി കുല്ലി വഖ്തിൻ ബിമാ ഹുവ മുഖ്തദാ ദാലിക്കൽ വഖ്തി വവദീഫതുഹു. ഇവിടെ ഈ ഓരോ ഇനം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഈ ഇയ്യാക നഅ്ബുദു എന്ന മഖാമിലുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ ദീനിനെ കാണുന്ന കാഴ്ചപ്പാടും അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയും അതിനെ പറ്റിയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതുകൊണ്ടുള്ള ഫായിദ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുക. ഈ 3 കൂട്ടർ, നേരത്തെ പറഞ്ഞ 3 കൂട്ടർ, ഇതിലേതെങ്കിലും ഒരു തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇയ്യാക നഅ്ബുദിന്റെ ആളുകൾ. 4ാമത്തെ ഇനം പറഞ്ഞത് ഇന്ന അഫ്ദലുൽ ഇബാദത്തി, ഏറ്റവും അഫ്ദലായുള്ള ഇബാദത്ത് അൽ അമലു അലാ മർവാത്തിർ റബ്ബി തആല, അല്ലാഹു തൃപ്തിപ്പെടുന്ന കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഫി കുല്ലി വഖ്തിൻ ബിമാ ഹുവ മുഖ്തദാ ദാലികൽ വഖ്തി വവദീഫതുഹു, ആ ഓരോ സമയത്തിനും ബന്ധപ്പെട്ടിട്ടുള്ള ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് ഇയ്യാക നഅ്ബുദു എന്ന മഖാമിലുള്ള ആളുകൾ അവർ ഏറ്റവും അഫ്ളലായ ഇബാദത്തിനെ മനസ്സിലാക്കുന്നതിൽ 4 ഇനങ്ങളാണ്. അതിൽ 4ാമത്തെ ഇനം പറഞ്ഞത് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിത്തരുന്ന ലഭിക്കുന്ന ഇബാദത്താണ്. ഓരോ സമയത്തും അതിനനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അത് ചെയ്യുക. ഓരോ സമയത്തും അതിനനുയോജ്യമായിട്ടുള്ള ആ കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്ന്. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഫഅഫ്ളലുൽ ഇബാദാത്തി ഫി വഖ്തിൽ ജിഹാദ്, ജിഹാദിന്റെ സമയത്ത് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണ്? അൽ ജിഹാദ്, ജിഹാദ് ചെയ്യലാണ്. വഇൻ ആല ഇലാ തർക്കിൽ ഔറാദ്, അത് അവനെ ഏതിലേക്ക് എത്തിച്ചാലും അവൻ സ്ഥിരമായി ചെയ്യുന്ന, വിരുദ്ധായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അവൻ സ്ഥിരമായി ചെയ്യുന്ന എന്തെങ്കിലും ദിക്റുകളോ അല്ലെങ്കിൽ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ ഒരു ഭാഗമോ അതിൽ കുറവ് വരുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ ജിഹാദിന്റെ സമയത്ത് അഫ്ളൽ ഏതാണ്? ജിഹാദ് ചെയ്യലാണ്. അവന്റെ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചില ഉദാഹരണം പറയാണ്. മിൻ സ്വലാത്തിൽ ലൈൽ, അവർ രാത്രി നിസ്കരിക്കുകയാണ്, ചിലപ്പോൾ ജിഹാദിന് പോയിട്ട് പറ്റുന്നില്ല, പക്ഷെ അവിടെ ജിഹാദാണ് അഫ്ളൽ. വസിയാമിൻ നഹാർ, അവൻ നോമ്പ് നോൽക്കാറുണ്ട്, സുന്നത്തായ നോമ്പ് നോൽക്കാറുണ്ട്, പക്ഷെ ജിഹാദിന്റെ സമയത്ത് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ജിഹാദാണ് അഫ്ളൽ. ബൽ വമിൻ തർകി ഇത്മാമി സ്വലാത്തിൽ ഫർദ് കമാ ഫി ഹാലത്തിൽ അംൻ, നിർഭയത്വമുള്ള സമയത്ത് നിസ്കാരം, നിർബന്ധ നിസ്കാരം പൂർത്തീകരിച്ച് നിസ്കരിക്കുന്നതിൽ വരെ കുറവ് വരുത്താം, ജിഹാദിന്റെ സന്ദർഭത്തിലും അതുപോലെ ഖൗഫിന്റെ സമയത്തൊക്കെ. അപ്പൊ അവിടെ അഫ്ളൽ ഏതായതുകൊണ്ടാണ്? അഫ്ളൽ നിസ്കാരം പരിപൂർണമായി നിസ്കരിക്കുന്നതായതുകൊണ്ടാണോ? അല്ല, അവിടെ അഫ്ളൽ ഏതാണ്? ജിഹാദ് ആയതുകൊണ്ട്. അപ്പൊ ജിഹാദിന്റെ സമയത്ത് അവൻ അഫ്ളലായി കാണുന്നത് ജിഹാദിനെയാണ്. വലഫ്ളലു ഫി വഖ്തി ഹുദൂരി الضيف മസലൻ, മറ്റൊരു ഉദാഹരണം പറയാണ്. ഒരു അതിഥി വീട്ടിലേക്ക് വന്ന സമയം അവിടെ അഫ്ളൽ ഏതാണ്? അൽ ഖിയാമു ബിഹഖ്ഖിഹി, ആ അതിഥിക്ക് നൽകേണ്ട അവകാശങ്ങൾ കൊടുക്കുക, അവനെ ഇക്റാം ചെയ്യുക. വലിസ്തിഗാലു ബിഹി അനിൽ വിർദിൽ മുസ്തഹബ്, അവൻ മുസ്തഹബായി ചെയ്തു വരുന്ന, സ്ഥിരമായി ചെയ്തു വരുന്ന ഇബാദത്തുകളിൽ, അവൻ മുസ്തഹബായിട്ടുള്ള ഇബാദത്തുകളിൽ ചിലത് വീഴ്ച വന്നാലും കുറവ് വന്നാലും ഈ അതിഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ മുഴുകണം. അതിഥിയോട് ഇപ്പോൾ ഒരു അതിഥി വരികയാണ്, അപ്പൊ ഞാൻ ദിവസവും ഇന്ന സമയത്ത് കുറച്ച് ഖുർആൻ ഓതാറുണ്ട്, അപ്പൊ അതിഥിയെ പരിഗണിക്കാതെ ആ മുസ്തഹബായിട്ടുള്ള ഖുർആൻ അവിടെ ഓതൽ എല്ലാ സമയത്തും അഫ്ളൽ. ഖുർആൻ വേറെ സമയം ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് ആ അതിഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഫ്ളൽ. വകദാലിക ഫീ അദാഇ ഹഖ്ഖി സൗജതി വല്ലഹൽ, അതുപോലെ തന്നെ ഭാര്യയോടുള്ള കടമകൾ, കുടുംബത്തിനോടുള്ള കടമകൾ, അതിനുള്ള സമയം ആ സമയത്ത് കൊടുക്കലാണ്. അവർക്ക് കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്, ആ സമയത്ത് അവർക്ക് ഹക്ക് കൊടുക്കണം. അതല്ലാതെ ആ സമയത്ത് വേറെ ഒന്നല്ല അഫ്ളലായി കാണുക, ഓരോന്നിനും അതിൻ്റെതായ സമയം എന്ന് പറയാണ്. മറ്റൊരു ഉദാഹരണം, ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. വലഫ്ളലു ഫീ വഖ്തി ഇസ്തിർശാദി ത്വാലിബ് വതഅലീമിൽ ജാഹിൽ, ഒരു വിദ്യാർത്ഥിക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ജാഹിലിന് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ അഫ്ളൽ ഏതാണ്? അൽ ഇഖ്ബാലു അലാ തഅലീമിഹി, അവൻ പഠിപ്പിക്കാൻ നിൽക്കലാണ്. വലിസ്തിഗാലു ബിഹി, അതിൽ മുഴുകലാണ്. അവൻ സ്ഥിരമായി വേറെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക, പക്ഷേ ഇങ്ങനെ ഒരു സന്ദർഭം വന്നു, അവിടെ അഫ്ളൽ ഇവന് പഠിപ്പിച്ചു കൊടുക്കലാണ്. വലഫ്ളലു ഫീ ഔഖാത്തി സഹർ, അതുപോലെ സഹറിന്റെ സമയത്ത് അഥവാ ഫജ്റിന് മുമ്പുള്ള രാത്രിയുടെ അവസാന സമയത്ത് അവിടെ അഫ്ളൽ എന്താണ്? അൽ ഇസ്തിഗാലു ബിസ്സലാ വൽ ഖുർആൻ വദ്ദുആ വദ്ദിക്ർ വൽ ഇസ്തിഗ്ഫാർ, നിസ്കാരവും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ദുആവും ദിക്റും ഇസ്തിഗ്ഫാറുമാണ് അവിടെ അഫ്ളലായിട്ടുള്ളത്. ഏറ്റവും അഫ്ളൽ ഇസ്തിഗ്ഫാറാണ്. വലഫ്ളലു ഫീ വഖ്തിൽ അദാൻ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തർകു മാ ഹുവ ഫീഹി മിൻ വിർദിഹി, മറ്റുള്ള എന്തെങ്കിലും ദിക്റോ മറ്റോ കാര്യം ഉണ്ടെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് അൽ ഇസ്തിഗാലു ബി ഇജാബത്തിൽ മുഅദ്ദിൻ, മുഅദ്ദിന് മറുപടി പറയലാണ് അവിടെ അഫ്ളലായിട്ടുള്ളത്. വലഫ്ളലു ഫീ ഔഖാത്തി സ്വലവാത്തിൽ ഖംസ്, 5 വഖ്ത് നിസ്കാരത്തിന്റെ സമയത്ത് ഏതാണ് അഫ്ളലായിട്ടുള്ളത്? അൽ ജിദ്ദു വന്നുസ്ഹു ഫീ ഈഖാഇഹാ അലാ അക്മലിൽ വുജൂഹ്, ഏറ്റവും പരിപൂർണമായ രീതിയിൽ ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പണിയെടുക്കുക. വൽ മുബാദറത്തു ഇലൈഹാ ഫി അവ്വലിൽ വഖ്ത്, ആദ്യ സമയത്ത് തന്നെ നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കാരത്തിലേക്ക് മുന്നിടുക. വൽ ഖുറൂജ് ഇലൽ ജാമി', മസ്ജിദിലേക്ക്, ജമാഅത്ത് നടക്കുന്ന മസ്ജിദിലേക്ക് പുറപ്പെടുക. വഇൻ ബഅദ് കാന അഫ്ളൽ, അതിന് ദൂരെയാണെങ്കിൽ അത് ഏറ്റവും അഫ്ളലാണ്.
അഥവാ മസ്ജിദ് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ ആണെങ്കിലും അങ്ങോട്ട് പോവുക അത് അഫ്ളലാണ് എന്നുള്ളത്. അപ്പോൾ ഓരോ സമയത്തിനും അതിൻ്റെതായ അഫ്ളലിയത്തുണ്ട് എന്ന് പറയാൻ മറ്റൊരു ഉദാഹരണം, വലഫ്ളലു ഫി ഔഖാത്തി ളറൂറത്തിൽ മുഹ്താജ് ഇലൽ മുസാഅദതി ബിൽ ജാഹി അവിൽ ബദനി അവിൽ മാൽ. ഒരാവശ്യക്കാരൻ, ഏതെങ്കിലും ഒരാൾ ആവശ്യക്കാരനാണ്, അപ്പൊ നമുക്ക് അയാൾക്ക് സഹായം ചെയ്യാൻ പറ്റും. നമ്മുടെ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ ഒക്കെ സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അവിടെ എന്താണ് അഫ്ളൽ? അലിസ്തിഗാലു ബിമുസാഅദതിഹി, അവനെ സഹായിക്കലാണ്. വഇഗാസതു ലഹ്ഫതിഹി, അവന്റെ ആ ഞെരുക്കം ഒഴിവാക്കി കൊടുക്കാനുള്ള ഉപകാരം ചെയ്യലാണ്. വഇസാറു ദാലിക അലാ ഔറാദിക വഖുൽവതിക, അത് നിന്റെ സാധാരണയുള്ള ദിക്ർ വിർദ് അതിനേക്കാളും അതുപോലെ സൃഷ്ടികളിൽ നിന്ന് മാറി അള്ളാഹുലേക്ക് മാത്രം ഇബാദത്തിനായി മാറി നിൽക്കുന്ന ഖുൽവത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് എന്ന്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസിൽ വായിക്കാം. എന്നിട്ട് അവസാനത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു ഇയ്യാക നഅ്ബുദിന്റെ മഖാമിൽ ഒരാൾ ഉന്നതമായ അവസ്ഥയിൽ എത്തുന്ന ഒരു വ്യക്തിയെ പറ്റി മനോഹരമായി ചില വാക്കുകൾ പറയുന്നുണ്ട്. അത് മാത്രം അടുത്ത ദർസിൽ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. അതുകൊണ്ട് കുറച്ച് ബാക്കി വെക്കുകയാണ്. ഇത് വായിച്ച് തുടർന്ന് പറഞ്ഞാലാണ് അതിന്റെ ആശയത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കിതാബ് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് മജ്ജർ എന്ന് പേരുള്ള ബുക്ക് സ്റ്റാളിൽ വന്നിട്ടുണ്ട്, ലഭ്യമാണ്. ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം.